എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ കാശ് ഷോ കൊട നോക്ക് കാശ് പറഞ്ഞല്ലേ ഞാൻ വന്ന എന്നെ തേടി കോട വരുന്നു വന്നു കാശ് വന്നു കൊടൈക്കനാൽ അടിപൊളി കാശ് ഇതുവരെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫൈലി വ്ളോഗ്സ്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ പോകുന്നത് നമ്മുടെ കൊടൈക്കനാലിലോട്ടാണ് കേട്ടോ. നമ്മുടെ തമിഴ്നാടുള്ള നമ്മുടെ കൊടൈക്കനാലിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നല്ലോണം ലേറ്റായിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 7:09 ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീക്കാൻ ലേറ്റായി. അത് തന്നെയാണ്. 2 ദിവസം ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നേരത്തെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. ബൈക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ വണ്ടിയിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം വെച്ചാൽ രാവിലെ അലാറവും കാര്യങ്ങളൊക്കെ വെച്ചു. ഞാൻ തന്നെ എണീറ്റ് ഞാൻ തന്നെ ഓഫാക്കിയിട്ട് ഞാൻ തന്നെ കിടന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു ഓർമ്മ വരുന്നത്. പിന്നെ നോക്കുമ്പോഴേക്കും 5:49 സംതിങ് ആയി. അതാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടായത്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, എല്ലാം ഓക്കെയാണ്. നമ്മൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെയും ഡിലേ വരുത്തേണ്ടാകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറിയൊരു സൗണ്ട് കേൾക്കാൻ പറ്റും വണ്ടിയിൽ നിന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്, ബ്രോ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞിട്ട്. നമ്മൾ സ്റ്റോക്ക് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് അക്രാപ്പോയ്ക്ക് വെക്കുകയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രാവിലെ എണീച്ചപ്പോൾ തന്നെ എനിക്കൊരു മോഹം തോന്നി, എന്തായാലും വെച്ചാലോ, തമിഴ്നാടല്ലേ പോകുന്നത്. എന്നാൽ പിന്നെ ശരിയെന്ന് വെച്ചിട്ട് അക്രാപ്പോക്കും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. മൊത്തത്തിലുള്ള കിലോമീറ്റർ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ 167 കിലോമീറ്ററാണ്. 3 മണിക്കൂർ 53 മിനിറ്റാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. വണ്ടിയിൽ ഞാൻ 2 ദിവസം മുമ്പ് ഫുൾ ടാങ്ക് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ വണ്ടികൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വണ്ടി എടുക്കാൻ പറ്റിയില്ല, അതാണ് പ്രശ്നം. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. സമയം ചെറിയൊരു മഴച്ചാറിലല്ല, ചെറിയ ഓരോ തുള്ളികളായിട്ട് വീഴുന്നുണ്ട്. ഞാൻ കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്താവും അവസ്ഥ എന്നറിയില്ല. പക്ഷെ ഞാൻ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണോ? ഇതാണ്ട ചെക്ക് പോസ്റ്റ്. ഇത് കേരളം കഴിഞ്ഞു. നമ്മൾ ഇപ്പുറത്തെയായിരിക്കും തമിഴ്നാട്. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. ഇവിടെ ഒന്നും സീനില്ല കൈസ്. മറ്റേ ഹൈവേകളൊക്കെയാണ് സീൻ. ഇപ്പോൾ ഓൾറെഡി ഞാൻ വിചാരിക്കുന്നത് നമ്മൾ തമിഴ്നാടാണ്. ഈ പാലക്കാടുള്ളവരായിരിക്കും കൂടുതലും ഈ ചെക്ക് പോസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കിടക്കുന്നുണ്ടാവുക. ഞാനൊക്കെ നോക്കി എത്ര വട്ടമെന്ന് പറയാം തമിഴ്നാട് പാലക്കാടായിട്ട് കളിക്കുന്നത്. 1 മണിക്കൂർ. നമ്മൾ കോയമ്പത്തൂരൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും. കൊറോണ സമയത്തൊക്കെ ചെക്ക് പോസ്റ്റ് കിടക്കാനൊക്കെ അന്ന് അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനൊക്കെ എവിടെ കൂടെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാം, ചെക്ക് പോസ്റ്റ് ഇല്ലാണ്ടിരിക്കാൻ. അങ്ങനെ കുറേ അയ്യോ സാധനം ഭയങ്കര റിസ്ക്കുള്ള സാധനമാണ്. മൊത്തമായിട്ടൊക്കെ വിറയ്ക്കും. നമ്മൾ മീനാക്ഷിപുരം കഴിഞ്ഞിരിക്കുകയാണ്. മറ്റേ RTOൻ്റെ ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞു തമിഴ്നാട്ടിലേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ റോഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള റോഡാണ്. ഈ തമിഴ്നാട്ടിലെ ചില റോഡുകൾ കേട്ടോ. 2 സൈഡും പുളിമരോ സംതിങ് മരം, ഭയങ്കര തണുപ്പ്. ഭയങ്കര സുഖം കഴിച്ചു അല്ലേ. അത്യാവശ്യം സ്പീഡിൽ പോകാനും കുഴപ്പമില്ലാത്ത ഒരു ഇതായിരിക്കും. ചെറിയൊരു തണുപ്പും ക്ലൈമറ്റൊക്കെ ആയിട്ട് സൂപ്പർ. പക്ഷെ ഇവിടുത്തെ ഒരു ബൈപ്പാസ് പോലെയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, ഹൈവേയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ എനിക്കൊരു വർക്ക്ഷോപ്പ് കിട്ടി. ഒരു 12-ന് ടീ കിട്ടിയാൽ മതി. നമുക്ക് ആ 12-ൻ്റെ ബോക്സും റാഡും കിട്ടി. പക്ഷേ എക്സ്റ്റൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാമായിരുന്നു. അത് ഹൈവേ കാണാം. എന്നാൽ അതേ പോവാം അല്ലേ. ഞാൻ കുറേ ഈ വഴിക്ക് പോയിട്ട് എന്നാൽ നേരെ പൊള്ളാച്ചി പിടിക്കാം കേട്ടോ. നമുക്ക് നേരെ 12 കിലോമീറ്റർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ സാധനം. കോട്ടോ കൊണ്ട് ചാടും. സൈലൻസർ നമ്മൾ ഇപ്പോഴും DB ഊരിയിട്ടില്ല കേട്ടോ. DB ഇട്ടാൽ കുറച്ചും കൂടി സൗണ്ട് ആവും. പക്ഷെ നമ്മുടെ കൊടൈക്കനാൽ കയറുമ്പോഴുള്ള ചെക്ക് പോസ്റ്റിൽ പോലീസുകാർ ഇത്തിരി സീനാണ്. പിന്നെ ഇപ്പോൾ ഈ പാസും കാര്യങ്ങളൊക്കെ വേണമോയെന്ന് എനിക്ക് അറിയില്ല. വേണ്ടാന്നാണ് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ്. നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ പൈസ ഓൾമോസ്റ്റ് പൊള്ളാച്ചി എത്തിയെന്ന് തോന്നുന്നു. തമിഴായതുകൊണ്ടൊന്നും വായിക്കാം. പൊള്ളാച്ചി തന്നെ പൊള്ളാച്ചി എത്തി. ഇവിടെ നിന്നൊരു ബൈപ്പാസ് കയറും നമ്മളൊരു റൗണ്ടൊക്കെ ആയിട്ട്.
ലെഫ്റ്റല്ല നേരെയാണ് കേട്ടോ, സോറി. ലെഫ്റ്റ് കയറിയിട്ട് റൗണ്ട് അടിച്ചു പോകണം. യെസ്, പൊള്ളാച്ചി എത്തി ഗായ്സ്. പൊള്ളാച്ചി എത്തി മക്കളെ, പൊള്ളാച്ചി എത്തി. ഇനി ഓൾമോസ്റ്റ് കിലോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ 130 കിലോമീറ്റർ കേട്ടോ. നമ്മൾ വലിയ സ്പീഡിൽ അങ്ങനെയൊന്നും പോയിട്ടില്ല, നമ്മൾ മെല്ലെ തന്നെ പോയിട്ടുള്ളൂ. ഇനി നേരെ നമുക്ക് പഴനി ആ ഭാഗത്ത് കൂടെ പോകണം. പഴനിക്ക് ഇനി 65 കിലോമീറ്റർ ഉണ്ടാവും. വെരി ഗുഡ്. പഴനി നേരെ ഇവിടെ നിന്ന് പിന്നെ പാലത്തിൻ്റെ അടിയിൽ കൂടെ സർവീസ് റോഡിൽ കൂടെ ഇനി കുറച്ച് ദൂരം പോകണം. സൈലൻസർ മാറ്റിയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇതുവരെ വരുമ്പോഴേക്കും 3 ഘട്ടം ഇറങ്ങി. അതാണ് സൈലൻസർ മാറ്റുകയും ചെയ്യേണ്ട. അത്യാവശ്യം സ്പീഡ് നമ്മൾ പോകുന്നുണ്ട്. അത്യാവശ്യം പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പം തന്നെ 100-ൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്രോൾ ഇറങ്ങണം. പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട്. ഇയാളെന്താ റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ പോകണം? ഐ ചെറിയ പഴനി നല്ല മേലെ ഇവിടെ അടിക്കും. കൈക്കൊരുമാതിരി അടി വരും. കുഴപ്പമില്ല, നമ്മൾ ഓൾമോസ്റ്റ് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് വണ്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. പഴയ പോലെ അടിയില്ല. ആ അറ്റത്ത് നിന്ന് അങ്ങനെ ഫുള്ള് മലയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കോടയുണ്ട്. നോക്കൂ, ആ മലയൊക്കെ നോക്കത് ഏതാ മലയാവോ കണ്ടോ? സീൻ ഫുള്ള് വിൻഡ് മില്ലാണ്. ഇവിടെ നല്ല കാറ്റ് കൊടുത്താകൊണ്ടാണ് കാറ്റാടി വെച്ചിരിക്കുന്നത്. ഇത് പാലം ടോളാണല്ലോ ഇവിടെ. യെസ്, ഫുള്ള് കാറ്റാടിപ്പാടം, വിൻഡ് മിൽസ്. ഇതൊക്കെ ഒന്നൊക്കെ കണ്ടിട്ട് നേരത്തെ ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട്, ഇത്ര ഹൈറ്റിലേ എന്നൊക്കെ. ഇപ്പോഴല്ല, ചെറുപ്പത്ത് കേട്ടോ. കൊള്ളാം, അടിപൊളിയായിട്ടൊക്കെ ഉണ്ട്. പഴനിക്ക് നമുക്കിനി 48 കിലോമീറ്റർ കേട്ടോ. അവിടെ നിന്നും കുറച്ചുണ്ടാവും. 48 എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്നൊരു 50, 58, 60 കിലോമീറ്റർ ഉണ്ടാവും പഴനിയിൽ നിന്ന് നമുക്ക് കൊടൈക്കനാൽ. ഇതിൻ്റെ എഡ്ജൊക്കെ നോക്കുക, ഭയങ്കര ഷാർപ്പാണ്. ഇങ്ങനെ അഴിഞ്ഞു വന്നതിനെ പെട്ടു. അങ്ങനെ വരില്ല. ഇതൊക്കെ ഓയിലൊക്കെ ലീക്കായിട്ട് നോക്കി ഒരുമാതിരി ആയിട്ടില്ല. നോക്കൂ, ഓയിലോ എന്തോ ഓയിൽ തന്നെ ആയിരിക്കുള്ളൂ, ലീക്കായിട്ട് ഒരുമാതിരി ആയിട്ട്. ഇതൊക്കെ സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്ര രൂപയാവും ഭഗവാൻ? ഇതിൻ്റെ വിലേനെ എത്ര കോടി എന്തായാലും വരും. 1 CR എന്തായാലും വരും. ഇത്രയും വലുതിന് കേട്ടോ. ചെറുതിന് പിന്നെ അതിൻ്റെ അനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. DB കില്ലർ ഇതുവരെ അയച്ചിട്ടില്ല. അത് അയച്ചാൽ കുറച്ചും കൂടി സൗണ്ടാവും, കുറച്ചും കൂടി മൈലേജ് കേട്ടോ, ചെറുതായിട്ട്. ഇപ്പോൾ ഓൾറെഡി മൈലേജ് കമ്മിയായി, കാരണം അവിടെ നിന്ന് ഇതുവരെ വരുമ്പോഴേക്കും ഇത്രയും പെട്രോൾ ഇതായില്ലേ. അവിടെ നിന്ന് ഇതുവരെ വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഇത്രയും പെട്രോൾ ആയില്ലേ. അതാണ് പവർ ഓഫ് അക്രാപ്പോ വേക്ക്. അമേ നേരെ ഒരേ പട. അവിടുത്തെ റോഡ് മോശമാണ്, അതൊക്കെ അറിയാട്ടോ. മോശമാണെന്നുള്ളത് കുറച്ചുകൂടി സെറ്റാവും. ഇനി ഇവിടെ നിന്ന് 10 കിലോമീറ്റർ പോയിട്ട് റൈറ്റ്, പഴനി കഴിഞ്ഞിട്ട് റൈറ്റ്. അയ്യോ, പഴനിക്ക് 13 കിലോമീറ്റർ ഉണ്ടോ ഭാവി? അയ്യോ, പുതിയത് വന്ന മാതിരി ഇരിക്കുന്നത് തന്നെ അല്ലേ. എഴുത്തൊന്നും കാണാനില്ല. പള്ളിക്ക് പോകാത്ത വഴി തന്നെയാണ്. ஆமாம் போகிறேன். குறை தூரம் இருக்கா? குறை தூரம் இருக்கா? இது தெரியாது. நான் கொடைக்கானல் போகணும். വ്ളോഗ് എടുത്തിട്ടേ പോരാ, അതാ പ്രശ്നം. ശരി വാങ്ങ, പരവായില്ല. ആ ശരി. ആ
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വരുമ്പോൾ ഈ റോഡ് തന്നെയാണ്, പക്ഷെ പോലീസിൻ്റെ സംഭവം ഒന്നും ഉണ്ടായില്ല. അതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ടിയിരുന്നത്. പെട്ടെന്ന് എത്തിയിട്ട് റൈറ്റ് കയറണപ്പോൾ ഒരുമാതിരിയായി. ഇവിടെ ഒന്നും കണ്ടില്ല. ഇവിടെ ഒരു ചെറുതായിട്ട് ഇരുണ്ടിട്ടുണ്ട്, മഴക്കാർ പോലെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പയ്യന്മാർ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മഴ പെയ്യുക, അതോ അപ്പുറത്ത് നല്ല മഴക്കാറുണ്ട് ഗൈസ്. മഴ പെയ്യാണ്ടിരുന്നാൽ മതി, അതാണ് നല്ലത്. ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം. മൂപ്പര് കുറച്ച് ദപ്പ് ഇറങ്ങിയല്ലോ കേട്ടോ. നമുക്കിവിടുന്ന് റൈറ്റാണ്, ഒരു ബോർഡിൻ്റെ അവിടെ കൊടൈക്കനാൽ, അതാണ് പഴനി. മൂപ്പർക്ക് പഴനിയിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. വണ്ടി മിസ്സിങ് ആണ്, ഒരുമാതിരി മിസ്സിങ്. ഇവിടെ ആണ്ട് നമുക്ക് ലൈറ്റായിട്ട് കുറച്ച് നേരം എവിടെയും നിർത്താം. 5 മിനിറ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് യാത്രയാവാം. ഇനി ഇവിടുന്ന് സ്ട്രൈറ്റ് 28 കിലോമീറ്റർ. അതുക്കപ്പുറം അല്ല, അത് കഴിഞ്ഞിട്ട് ഇല്ല, ഇവിടുന്ന് നേരെ ഇനി ചുരമാണ്. അത് അവിടെയുള്ള വെൻ്റാണ്. ടോട്ടൽ നമുക്ക് 59 കിലോമീറ്റർ. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ, ടോട്ടൽ ഇനി 59 കിലോമീറ്റർ ഉള്ളൂ. മരങ്ങൾ നോക്കിയ മോനെ, പച്ച കളർ നോക്കിയ, ഇളം പച്ച കളറ്. ഷോ എന്താ ഇവർ മരം കട്ട് ചെയ്യണത് ഒരു മെഷീൻ വെച്ചിട്ടാണ്. ഈ സെൻറ്ററിൽ കൂടെ ഒരു മെഷീൻ പോയിട്ട് അതിൻ്റെ ഷേപ്പിലാണ് ഇവർ കട്ട് ചെയ്യുക. തന്നെ അടിപൊളി, ഭയങ്കര സെറ്റപ്പ് ആയിട്ടില്ല നോക്കിയാൽ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഒരു ഭയങ്കര നല്ല, അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ. ഷോ സൂപ്പർ. ഫസ്റ്റ് എത്തി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നമ്മൾ 5 വണ്ടി വന്നപ്പോൾ 5 വണ്ടീൻ്റെ RC ബുക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, ലൈസൻസും. ഇപ്രാവശ്യവും വേണം, കാരണം അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്, കണ്ടാൽ അറിയാം. അതിന് മുന്നേ ഞാൻ വന്നപ്പോൾ ചെക്കിങ്ങേ ഇല്ല, സിമ്പിളായിട്ട് കടത്തിവിടായിരുന്നു. നമുക്ക് എന്തെങ്കിലും വേണ്ടി വരും. ആനയല്ലേ പുത്താണ് കശ്, എന്തെങ്കിലും വേണമാവോ? എന്തായാലും അവിടെ പോയിട്ട് വരട്ടെ കശ്. ഹെൽമെറ്റ് ഇടുന്നില്ല വെച്ചാൽ ഇ പാസ് വേണം. ഞാൻ അവിടെ നിന്ന് സംഭവം കേട്ടപ്പോൾ ഇ പാസ് വേണമായിരുന്നില്ല. നമ്മുടെ റീൽസിൽ വിചാരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചു അതിന് സംഭവം, പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും വേണം. എന്നിട്ട് ഞാൻ ഇവിടെ ഒരുമാതിരി പോലീസുകാരൊക്കെ ഒരുമാതിരി സംസാരമാണ്, ഒരുമാതിരി. അവസാനം ഞാൻ സൈറ്റിലൊക്കെ കയറി, സംഭവം അവസാനം ഇതല്ലല്ലോ എടുത്തു. നമ്മുടെ ഇ പാസും കാര്യത്തൊക്കെ വണ്ടി നമ്പർ ഇന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കണേ. ഇനി അത് ഇന്ന് തന്നെ ഇറങ്ങണം എന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ മാക്സിമം ഇറങ്ങാൻ നോക്കാം. ഓക്കെ, ഞാൻ നാളെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. എൻ്റെ ഇവിടെ 100 രൂപയും കൊടുക്കുകയും ചെയ്തല്ലോ. അതെന്തിനാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആൾ ചോദിച്ചു, ഇനിയിപ്പോൾ ഒരു ഇതും വേണ്ട കൊണ്ട് ഞാൻ കൊടുത്തു. നമ്മളായിട്ട് എന്തിനാ, പെട്രോൾ ഇല്ല ഇനി ഇവിടെ. ഇനി ഉണ്ട്, പെട്രോൾ അടിക്കാം. അണ്ണാ അത് ഫിൽ പണ്ണുങ്ങണ്ണ. ആ ശരി, ഓക്കെ, താങ്ക് യു. അവിടെ ഇരുന്നിട്ട് മാങ്ങാണ്ടികൾ പിന്നെ ഇല്ല കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരന്മാരിനെ പറഞ്ഞാണ് ഒരു ഇ പാസ് വേണ്ട. അയാളൊക്കെ സിമ്പിളായി പോകണം പെട്ടെന്ന്. ഇ പാസ് വേണം, വലിയ ഇ പാസ്സൊന്നും വേണ്ട, അതൊക്കെ കഴിഞ്ഞാട്ടാ, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു. മറ്റേ പോലീസുകാരനെ സിമ്പിളായിട്ട് ഞാൻ വന്ന ഉടനെ ഇ പാസ് എടുക്കാൻ വെച്ചു. ഇല്ലേണ അപ്പടിയെ വണ്ടി എടുത്തിട്ട് പോയിട്ട് കയറിയാണ്. ആളൊന്നുമേ ചോദിക്കില്ല, പൊക്ക പറഞ്ഞു. ഞാനാണെങ്കിൽ കുറച്ച് ഫ്രണ്ടിൽ കയറ്റിയിട്ട് മലയാളി പിള്ളേരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ എടുത്താൽ മതിയായിരുന്നു. അയാളുടെ ഭാഗം കേട്ടും ഒരുമാതിരി ആയതാണെങ്കിലും എന്തത്
ചാണപ്പിണ്ടിയോ ഗൈസ്? അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലോട്ട് എൻട്രൻസ് ആയിരിക്കണ്ടോ? കൊടൈക്കനാലിൻ്റെ ഇതിലോട്ട് എൻട്രൻസ് ആയിരിക്കുകയാണ്. പറന്ന് കെട്ടി വരുന്നുണ്ടല്ലോ ഗൈസ്. പെട്രോൾ നമ്മൾ എപ്പോഴും അടിക്കുമ്പോൾ കറക്റ്റ് ഫില്ലാക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് നിറച്ച് കഴിഞ്ഞിട്ടൊന്ന് വണ്ടി ഒന്ന് ഇളക്കിയിട്ടൊന്ന് ഉള്ളിലേക്ക് പെട്രോൾ തള്ളി വിട്ടത്. കാരണം അങ്ങനെ അങ്ങനെ ഇതാക്കാൻ പറ്റുള്ളൂ കേട്ടോ എപ്പോഴും. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ കയറി. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഹില്ല് വരും, അതായത് ബെൻഡ് ഉണ്ടാവും. പെട്ടെന്ന് കുറച്ച് ദൂരം കയറിയതൊരു ബെൻഡ് ഉണ്ടാവും നോക്കിക്കോട്ടോ. ഇവിടെ റൈറ്റ് സൈഡ് വെള്ളച്ചാട്ടമൊക്കെ ആയിട്ടാണ്, അത് വലിയ കാര്യമില്ല. ബെൻഡ് വരും പറഞ്ഞല്ലേ, ആണ് ഇവിടുത്തെ ഒരു ഞാൻ ഇറങ്ങുന്ന ഡേറ്റ് ഇന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പോകുമ്പോൾ അതൊരു ഇഷ്യൂ ആവുമോ എന്ന് എനിക്കറിയില്ല. അയ്യോ, പക്ഷേ ഈ പാസ് അവർ ചെക്ക് ചെയ്യണല്ലോ കേട്ടോ, അതൊരു ഇതുണ്ട്. ഈ പാസ് അവർ ചെക്ക് ചെയ്യണല്ലോ. ഈ പാസ് എടുത്തിട്ട് കാണിച്ചു കൊടുത്താൽ ശരി, അഡ്രസ്സ് എല്ലാം പോട്, 100 രൂപ വേണം വന്നു. അത് ആൾക്ക് നേരത്തെ പറഞ്ഞാൽ 100 രൂപ വേണം പറഞ്ഞതിനെ കുഴപ്പമില്ല. 100 രൂപ കൊടുത്ത പരിപാടി അതിനു. ഇയാൾ ഈ പാസ് മാങ് പാസ് പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞാൽ 100 രൂപ കിട്ടിയാൽ എൻ്റെ പരിപാടി തീരും പറഞ്ഞതിന് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നമുക്കൊരു പരിപാടി ഉണ്ട്, DP വരണം. ഓ എക്സോസ്റ്റ് നോക്ക്, സൗണ്ട് എങ്ങനെയുണ്ടോ? സീനുണ്ടോ ഇതിൻ്റെ സൗണ്ട്? നമുക്ക് കുറച്ച് നേരം പോയിട്ട്, കുറച്ച് ദൂരം അല്ല ഇവിടെ എവിടെയും നിർത്താട്ടാ. കാരണം എനിക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരുമാതിരി, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അയച്ചിട്ട് എവിടെയും വെക്കാൻ പറ്റില്ല. അതാണ് എവിടെയും ചെറിയൊരു ഗ്യാപ്പുണ്ട്. നോക്കാം, മല നോക്ക് ഗൈസ്, അവിടെ കോട ഉണ്ടോ എൻ്റെ മോനെ. ഇവിടെ നിർത്തിയാലോ? വണ്ടി വരുന്നുണ്ടോ? ഇല്ല. ഒമ്പോ ഇത്രയും വലിയ കുഴിയായിരുന്നു. കളി അല്ല, ഇനിയാണ് കളി. ചെറിയൊരു കയ്യപ്പത്തം നാറ്റിക്കരുത്. എല്ലായിടത്തും അവസാന നേരത്തെ സ്റ്റോക്ക് സൈലൻസർ മാറ്റി അക്രാപ്പോക്ക് വരെ വെച്ചു. പക്ഷേ അക്രാപ്പോക്കിന് DP ഊരാൻ അല്ലെങ്കിൽ എടുത്ത് വെക്കാൻ മറന്നു ഗായ്സ്. ഞാൻ എടുത്ത് വെച്ചതാണ്, പക്ഷേ വരുന്ന സമയത്ത് കോട്ട് മടക്കാൻ വേണ്ടി എടുത്തപ്പോൾ വീണ് പോയി തോന്നുന്നു ഗായ്സ്. ഓ മൈ ഗോഡ്, എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ ഗായ്സ്. ഷോ, ഞാനും ഉണ്ട്, എൻ്റെ കൂട്ടുകാരൻ സൂര്യ ഉണ്ട്. ഞങ്ങൾ രണ്ടാം കൂടി എപ്പോഴെങ്കിലും ഇങ്ങോട്ട് പോയാൽ അവിടെ എന്തെങ്കിലും ഒരു കൊണ്ടാൻ വേണ്ടിയുണ്ട്. അപ്പം ഞാൻ മാത്രം ഉള്ളതുകൊണ്ടാണ് ഇത്ര കിട്ടിയത്. എന്തായാലേ ഇങ്ങനത്തെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ടാഗ് ചെയ്യൂ ഗൈസ്. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സൗണ്ട് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഒരു 10-15 മിനിറ്റ് ആയി നിൽക്കണം. കോർണറിങ്ങൊക്കെ സീൻ. ബാക്ക് ടയർ മൊട്ടയാണ്, എന്നാലും നന്നായിട്ട് തന്നെ കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേ ഫ്രണ്ടിൽ സസ്പെൻഷൻ കുറച്ചും കൂടി കൂട്ടിയപ്പോഴേ. പിടിച്ചതെല്ലാം പുലി വാലിടാം, സ്കോഡ 90 ഇടാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ തണുപ്പത്ത് ഈ ഹില്ലൊക്കെ ഇങ്ങനെ പട്ടയ്ക്ക് കയറി മേലേക്ക് പോകാം ഗൈസ്. ബസ് KSRTC ബസ്. നമുക്കിനി ടൗണിലേക്ക് ഒരുപാട് കയറാണ്ട് കൊടൈക്കനാലിലോട്ട്. അപ്പോൾ എന്നാൽ അവിടെ കയറിയിട്ട് വേണം സൈലൻസറിൻ്റെ ബോൾട്ട് ഓൺ ടൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പോയിക്കാൻ വയ്യ എനിക്കിന്. എന്നാലും ഞാനത് എടുക്കാൻ മറന്നല്ലോ ദൈവമേ. നന്നായിട്ട് തന്നെ വണ്ടി തിരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാറുണ്ട് ഗൈസ്. അങ്ങനെ അത്യാവശ്യം കിലോമീറ്റർ ഓടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാണ്ട് ഈ 1300 രൂപൻ്റെ സാധനം വാങ്ങിക്കും, 10-13,000 കിലോമീറ്റർ ഓടും. നേരത്തെ ഞാൻ എൻ്റെ ഫ്രണ്ട് ടയറിന് റെക്കോർഡ് ഇട്ടാണ് 50,000 കിലോമീറ്റർ. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ നല്ല റീച്ചായി ഉണ്ടായിരുന്നു. ബാക്ക് ടയറിന് തന്നെ 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് വണ്ടി വരുമ്പോഴുള്ള ടയർ കേട്ടോ. ഈ ഒരു ട്രിപ്പ് യൂട്യൂബ് എൻ്റെ വണ്ടി ഒക്കെ ഒന്ന് സെറ്റ് ആവണം ഗൈസ്. അതിന് നിങ്ങളുടെ സപ്പോർട്ടും വേണം.
നിങ്ങളുടെ സപ്പോർട്ടും വേണം ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്യുക. വീഡിയോ കാണുന്നവരിൽ 1% പോട്ടെ, അതിൻ്റെ പകുതി പോലും നമ്മുടെ ചാനൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ് ആരും. ഒരു കുറച്ച് പേരെ കാണുന്നതിൽ പകുതി പേരെങ്കിലും ഒന്ന് സപ്പോർട്ട്, അല്ലെങ്കിൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓ എൻ്റെ മോനെ നോക്കിയേ, അയ്യടാ കള്ളി. അമ്പോ മേൽ നോക്കിയേ, കോട കിട്ടും ഗൈസ്. ഞാനാ പറയണ കിട്ടിയിരിക്കും. കോട കയറിയിട്ടുണ്ട്. നോക്കി ഇവിടെ ഫുള്ള് കോടയാണ്. അവിടെ ഒരു അരുവി നോക്കിയേ. എൻ്റെ മോനെ കൊടൈക്കനാൽ സെറ്റ് കിട്ടും ഇപ്രാവശ്യം. വ്യൂ നോക്കി. അതേതാ ഡാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് തന്നെയാണോ ആളിയർ ഡാം? വാൽപ്പാറേൻ്റെ അപ്പുറത്താണോ ഗൈസ്? ഇതൊക്കെ തെങ്ങും ചോപ്പാണ് കേട്ടോ. അതീയാണ് നമ്മൾ വന്നത്. ആ വണ്ടി വരുന്നുണ്ടോ കാണില്ലെന്ന് തോന്നുന്നു ക്യാമറയിൽ. അതീ ഇങ്ങനെ ചുരം കയറി 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 ഇങ്ങനെ വന്നു. കോടയൊക്കെ അത്യാവശ്യം നന്നായി കയറിണ്ട്. ഇവിടെയും ലൈറ്റായിട്ട് കോടയുണ്ട്, പക്ഷെ വലുതായിട്ട് കാണില്ല. നേരെ മേലെ വെയിറ്റ് ചെയ്യണല്ലോ ഞാൻ. കുറച്ച് നേരം ഫ്രണ്ടിൽ കയറി പോയിട്ട് അവിടെ എവിടെയെങ്കിലും ലൈറ്റായിട്ട് നിൽക്കാം. സീൻ ഗായ്സ്, കൊടൈക്കനാൽ അടിപൊളി ഗായ്സ്. ഇതുവരെ മേലേക്ക് അടിപൊളിയായിരിക്കും ഗായ്സ്. നമുക്കിനി കൊടൈക്കനാലിലോട്ട് 30 കിലോമീറ്റർ ആണ് ഉള്ളത്. 30 കിലോമീറ്ററാണ് കൊടൈക്കനാലിലോട്ടുള്ളത്. നോക്കിയേ, അവിടേക്ക് നോക്കി, മേലേക്ക് നോക്കി, അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം സെറ്റാണ്, വൈബാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്. കുറച്ചും കൂടി കയറുമ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നോക്കി എല്ലാവിടെയും കോടയുണ്ട്. മേലെ കണ്ടോ, ഫുള്ള് കോടയുണ്ട് കുറച്ച് കയറിയപ്പോൾ തന്നെ. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ടു കൊടൈക്കനാൽ അതൊരു വ്ളോഗായിരിക്കും, കൊടൈക്കനാൽ വരെ ഉള്ളത്. അതിനുശേഷമുള്ള വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊടൈക്കനാൽ ടു കൂക്കാൽ, അതിനുശേഷം കൂക്കാൽ ടു പൂണ്ടി, അതായത് അതൊരു വ്ളോഗായിരിക്കും. കൊടൈക്കനാൽ ടു കൂക്കാൽ എൻ്റെ പൂണ്ടി, അതൊരു വ്ളോഗായിരിക്കും. എൻ്റെ മോനെ അവിടെ നോക്കിയ സീൻസാണ്. നോക്കിയാൽ കോട കയറി കയറി പോകുന്ന നോക്കിയാൽ മേലേക്ക് നേരെ പോയിട്ട് നമുക്ക് അവിടെ കോട ഉണ്ടാവും എന്തായാലും ഉറപ്പാണ്. ഞാൻ പോയാൽ അവിടെ എന്തായാലും കോട ഉണ്ടാവും ഗൈസ്. അപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ എന്തായാലും മിസ് ചെയ്യരുത്. ഇപ്പോൾ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 2 ഡേയ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേഴ്സോ അങ്ങനെ എപ്പോഴെങ്കിലുമായിട്ട് ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അടുത്ത വ്ളോഗും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, അതായത് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എൻ്റെ മോനെ സീൻ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്ന എന്നെ തേടി കോട വരുന്നു. വന്നു ഗൈസ്, വന്നു. എൻ്റെ മോനെ സീൻ, മേലേക്ക് ഇതിനെയും കാട്ടി പ്രതീക്ഷിക്കാം ഗൈസ്. എന്തായാലും സൂപ്പറായിരിക്കും. അടിപൊളി ഗൈസ്. എൻ്റെ പൊന്നെ, ഇതെന്താണെന്നറിയാം, ഈ പാസം ഒന്നും കൂടി എടുക്കാം കേട്ടോ. നാളത്തേക്ക് ഒന്നും കൂടി എടുത്ത് വയ്ക്കാം. അടിപൊളി. എൻ്റെ മോനെ വണ്ടി കണ്ടോ? ഒരു ഫോട്ടോ എടുത്താലോ? എൻ്റെ സൂപ്പർ സൂപ്പർ. നമ്മുടെ വണ്ടി നോക്കിയ സീൻ ഗൈസ്, അടിപൊളി മോനെ. കോട, ഓ അടിപൊളി ഗൈസ്. ഒന്നുമേ ഇല്ല, കാണുന്നില്ല ഗൈസ്. ഇവിടെ നോക്കിയേ, കോടയൊക്കെ അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ മോനെ. ഒരു വീഡിയോ എടുത്തേക്കാം, അതായത് സ്റ്റോറി ഇടാലോ. കോട അല്ല, അടിയത്തെ ലൈറ്റ് ഇട്ട് വയ്ക്കാം, ഫോഗ് ലാമ്പ് ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ വണ്ടികൾക്ക് കാണില്ല ചിലപ്പോൾ. പക്ഷേ ഇത് കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ, കുറച്ച് ദൂരം ഫ്രണ്ടിൽ പോയാൽ പെട്ടെന്ന് കഴിയും. അങ്ങനെയാണ് എൻ്റെ മോനെ സീനടാ ഗായ്സ്. ഞാൻ ഈ വീഡിയോ ഇട്ടതും വന്നോട്ടാ. കുറച്ചും കൂടി ഒരു 2 മഴയും കൂടി ചെയ്താൽ അടിപൊളിയായിരിക്കും. മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ കോട കയറുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കോട കയറി വരുന്നേറ്റ മോനെ സീൻ സീൻ സീൻ. കോട ഇങ്ങനെ കയറുന്നുണ്ട്. ഓക്കെ, സൂപ്പർ ഗായ്സ്. എൻ്റെ മോനെ BMW കണ്ണ് നോക്കിയേ. അടിയാറില്ല ഞാൻ എന്താ പറയുമല്ലോ, അത് ഈ കോടൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കാറിങ്ങനെ ഉള്ളി വരുന്ന ആലോചിക്കുക, പുകൻ്റെ അടിയിൽ നിന്ന്. മോനെ
നല്ല കോടയാണെങ്കിൽ ആ വണ്ടി വരുന്നതാണെങ്കിൽ ആഴേക്കും. പൂമ്പാറയ്ക്ക് 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത്രയൊന്നും അല്ല കേട്ടോ, ഇതിനെക്കാട്ടി നല്ല കോട ഇവിടെ തന്നെ നിറഞ്ഞു നിൽക്കും റോഡിൽ. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ അടിപൊളിയാണ്. എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിലത്ത് മാട്ടുപോലെ ഉലച്ചിട്ട് വൈഫൈ മെൻസ്ഫിയറോ അത് മാത്രമേ പറയുള്ളൂ. നോക്കിയേ, ഷോ എന്തായാലും സൂപ്പർ കാര്യമില്ല, സൂപ്പർ കോട. എൻ്റെ മോനെ അളിയോ സീൻ. അവിടെ നോക്കിയേ, ഫുള്ള് കുഴിയല്ല കേട്ടോ, കോടയുണ്ട് അവിടെ. ഗൈസ് നോക്കൂ, സീൻ പൊന്നടാവേ സീൻ. കോടയൊക്കെ കേറി പോണ നോക്കിയാ എത്ര സ്പീഡിലാന്ന്. നിൽക്കുന്നില്ല എവിടെയൊന്നും. എൻ്റെ മോനെ ചെറിയൊരു ലൈറ്റ് പഠിക്കാം. ക്യാമറയിൽ ഇടക്കിടക്ക് ഈ സാധനം വരുവേ, കോടയായതുകൊണ്ടേ. എൻ്റെ മോനെ, ഇത് വല്ല ഡീസൽ വണ്ടിൻ്റെ പുകയൊന്നുമല്ല ഗൈസ്, ഇത് കോടയാണ് ഗൈസ്, കോട. എൻ്റെ മോനെ, എൻ്റെ മോനെ സീൻ. അല്ല വണ്ടി റൈറ്റിലെടുക്കാൻ അവിടെ നമ്മൾ നോക്കിയേ. എൻ്റെ മോനെ എന്താലേ, ഓ സൂര്യപ്രകാശത്തിലെ മേഘവും കോട അത് കാണാൻ നോക്കിയേ, എന്ത് അടിപൊളിയല്ലേ. അവിടെ നിന്ന് തിരിഞ്ഞ് വരുമ്പോൾ ഫുൾ വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് അതുവരെയുള്ള വ്യൂ ഉണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ടിൽ പോകുമ്പോൾ ഉണ്ടാവും വിചാരിക്കും കേട്ടോ, അടിപൊളി വ്യൂ ആണ്. എൻ്റെ ദൈവമേ, ഓ സീനില്ല കാശ്. നോക്കൂ, വാട്ട് എ ബ്യൂട്ടി. ഇതാണ് ഞാൻ കൊടൈക്കനാലിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഐ ലവ് കൊടൈക്കനാൽ, ഐ ലവ് കൊടൈക്കനാൽ, ഐ ലവ് കൂക്കാൽ, ഐ ലവ് കൊടൈസ്. ഗുണാക്കേവിന് ശേഷമാണ് ഇവിടെയൊക്കെ ഫേമസ് ആയത്. പക്ഷെ അതിന് മുമ്പേ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അതിന് മുമ്പ് തന്നെ ഞാൻ 3-4 വട്ടം വന്നിട്ടുണ്ട്. എന്തായാലേ മോനെ, ഇപ്പം മലനിരകൾ നോക്കിയേ. അപ്പം ഏറ്റവും മേലെ കാണുന്നുണ്ടോ ടൗണ്, അതായിരിക്കണം കൊടൈക്കനാൽ കേട്ടോ. ഭാവി അത്രയും പോവാണ്ടോ. നമുക്ക് ഇവിടെ നിന്ന് എവിടേക്കാം, പളനി കോയമ്പത്തൂർ ലെഫ്റ്റ്, നമുക്ക് റൈറ്റ് കൊടൈക്കനാൽ 12 കിലോമീറ്റർ. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടോ? ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് பிரச்சனையில்லை. ഇവിടെ വർക്ക്ഷോപ്പ് ஏதாவது இருக்குமா? இருந்தான்னா நல்லாயிருக்கும். അതും കൂടി ഒന്ന് സെറ്റായിക്കാൻ നമുക്ക് പെട്ടെന്ന് പോയായിരുന്നു. ഇത് കൊടൈക്കനാൽ പോയിട്ട് നോക്കാമല്ലേ. ഗൈസ് കൊടൈക്കനാൽ എൻട്രൻസ് വന്നു ഗൈസ്. ഇതല്ലേ കൊടൈക്കനാലിക്ക് ഇനി 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും കാണിക്കേണ്ടി വരില്ല, ബൈക്കേഴ്സിന് പോകാൻ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ സിമ്പിളായി കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പാസ് കാണിക്കണമോ? ഇതാ. ഓ ഇവിടെ കൊടൈക്കനാലിക്കണമോ? ഇതാ ഇപ്പോഴമ്മ എங்கே പോകണു? അപ്പം നമ്മൾ നാളെയാണ് വരുന്നെങ്കിലും വലിയ സീനൊന്നും ഉണ്ടാവില്ല തോന്നണു. വെള്ളച്ചാട്ടം ഉണ്ട് ഗായ്സ്. അവിടെ നിർത്തണമൊന്നുമില്ല കേട്ടോ, വലിയ കാര്യമില്ല. കതിയെ പോയിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, അவ்வளோதான். അത്രേ ഉള്ളൂ. വെള്ളം ഉണ്ട്, ഇപ്പോൾ അത്യാവശ്യം ഉണ്ട്. അന്നേ വന്നപ്പോൾ കുറവായിരുന്നു. നന്നായിട്ടുണ്ട് വെള്ളം, കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി ചാടുന്നുണ്ട്. പക്ഷെ നമുക്ക് പോവാം. മറ്റുള്ളവൻ്റെ ചെക്ക് ചെയ്യുന്നുണ്ട് ഈ പാസ്, കാറിലുള്ളവൻ്റെ ചെക്ക് ചെയ്യുന്നുണ്ട്. കൊല്ല് കൊടൈക്കനാലിക്ക് ഇനി 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. കൊടൈക്കനാൽ ഇളന്നൻ
ഇവിടെ നൊങ്ക് എന്നൊക്കെയാ പറയാം തമിഴ്നാട്ടിൽ. മോനെ അപ്പർ സൈഡ് നോക്കിയാൽ ഫുള്ള് കോട കേട്ടോ. കോടയിലൊരു ചായയും ഒരു ബ്രെഡ് ഓംപ്ലേറ്റും. ആഹാ നൈസായിരിക്കും. കൊടൈക്കനാൽ എത്തി മക്കളെ, കൊടൈക്കനാൽ എത്തി. ഗൈസ് കോട നോക്കിയേ, സീൻ കോട ഗൈസ്. മഴയുണ്ട് കോടയിട്ട്, അല്ല മഴ വരും. മഴയുണ്ട് എന്നല്ല, മഴ വരും. ഈ സ്ഥലപ്പേരെന്താണെന്നറിയോ? മൂഞ്ചിക്കൽ. സൂര്യൻ്റെ വീടായിരിക്കും മൂഞ്ചിക്കൽ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീടായിരിക്കും. എൻ്റെ മോനെ കോട നോക്കിയ സീനിലെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ക്യാമറ കാണുന്ന പോലെ അല്ല കേട്ടോ. അയ്യോ തണുക്കണോ, കൈ 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 കയ്യൊക്കെ ഒരുമാതിരി. ഓ കയ്യൊക്കെ ഒരുമാതിരി ഗൈസ്. പോട്ടെ പോട്ടെ. തണുപ്പത്ത് ഈ വെള്ളവും തെറിക്കുമ്പോൾ എന്തോ പോലെ. ടാങ്കിൽ ഫുള്ള് നിറച്ചിട്ട് വരുന്നുണ്ട്. ഇവർ ഫുള്ള് നിറച്ചിട്ട് വരും. വന്നിട്ട് വണ്ടി ഓടുമ്പോൾ പകുതിയല്ല കുറച്ച് പോവും. അവനെ ഫുള്ള് നിറയ്ക്കാണ്ടിരുന്ന പോരെ. വെള്ളം വേസ്റ്റല്ലേ. കോട നോക്കിയേ, ഇതെന്തണ്ട ഒന്നും കാണാൻ പറ്റണില്ലല്ലോ. ആ കണ്ടു കണ്ടു. തണുപ്പാണ് അതിലേറെ. 2 ബസ് എന്തത് കോണിപ്പടി കയറിയിരിക്കേ. യെസ് ദിസ് ഈസ് കൊടൈക്കനാൽ. കൊടൈക്കനാൽ എത്തി ഗൈസ്, കൊടൈക്കനാൽ എത്തി ഗൈസ്. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഒറ്റടിക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഇതിയൊക്കെ ഇറങ്ങി ഇങ്ങനെ വേണം പോവാൻ. പോട്ടെ. ആ വണ്ടിനുള്ളിൽ സീറ്റ് വലിക്കും. ഞാൻ പാർക്കിംഗ് ആണ്, ജസ്റ്റ് ഒന്ന് നിർത്തി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ വശം വേണ്ടി ബോട്ടിങ്ങിനൊക്കെ വന്നിട്ട്. എൻ്റെ മോൻ അവിടെ നോക്കിയേ, കോട കോട നോക്കിയേ. കോട ഇങ്ങോട്ട് വരും. ഇപ്പോൾ നമുക്ക് ആ സൈഡിലേക്ക് പോയാലോ? കണ്ടില്ലേ ആ സൈഡിലേക്കാണ് പോണത്. നമുക്ക് പൂമ്പാറ അല്ലെങ്കിൽ വിലപ്പട്ടി. ഓക്കെ നമുക്ക് നമ്മൾ നേരെ പോകുന്നത് പൂമ്പാറയ്ക്കാണ്. എന്നിട്ട് അവിടെ കൂക്കാലിക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. ഓക്കെ നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റ് പോയി നോക്കാം അല്ലേ. ഈ കോടയെ കൂടെ ഉറണ്ട് ഓടിച്ച് നോക്കാം. നമുക്ക് അവിടെ പോയിട്ട് നീ കഴിക്കുക ഗൈസ്. ബ്രെഡ് ഓംപ്ലേറ്റ് അലക്കാം. പക്ഷെ അങ്ങോട്ട് പോണ റൂട്ട് അടിപൊളിയാണ് കേട്ടോ. സമയമായി വരുന്നുണ്ട്. നമുക്ക് പോരാട്ടപ്പെടാ. സൈക്കിൾ നോക്കിയേ, 2 ആൾക്ക് ചവിട്ടാനുള്ളത്, 1 ആൾക്ക് ചവിട്ടാനുള്ളത്, 3 ആൾക്ക് ചവിട്ടാനുള്ളത് എല്ലാമേ ഉണ്ട്. സൈക്കിളും ബലൂണും അല്ല, സൈക്കിളും കുതിരയും. ഗൈസ് കോട നോക്ക് ഗൈസ്, സീൻ ഗൈസ്. അമ്പോ ചേച്ചി പേടിച്ച് പറിച്ചിട്ടിരിക്കണേ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സൈക്കിൾ ആകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നോക്കിയേ, അവിടെ ഒരു നമുക്ക് തോന്നും ഫുള്ള് മാനമാണെന്ന്. സംഭവം അതല്ല, ഫുള്ള് ഫോഗായിട്ടേ. അയ്യോ സൈക്കിൾ എത്ര രൂപയാണോ? വണ്ടി ഉണ്ടാകുമ്പോൾ പിന്നെ സൈക്കിൾ എടുത്ത് ചവിട്ടിയിട്ട് 100 റുപ്പീസാണ്. അത് ഞാൻ ഫുൾ റൗണ്ടും ചവിട്ടില്ല.
വെറുതെ എടുത്തിട്ട് എല്ലാം ആരെങ്കിലും എന്നടി പண்ற നീയേ എണ്ണങ്കോ നീങ്കോ പண்றங்கോ. സ്പോർട്സ് സൈക്കിളൊക്കെ ഉണ്ടേ, ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒരെണ്ണം സെറ്റ് ചെയ്യാം. ഒറ്റ ദിവസം കൊണ്ട് 1 വയസ്സ് കിട്ടും. വയസ്സ് ഇത് 1 വേ ആണോ? അല്ലല്ലോ അല്ലേ, ഇത് 1 വേ ഒന്നുമല്ല. ആ പോട്ടെ 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 പോട്ടെ. ആടാ പുലി, ഇത് 1 വേ ഉണ്ടാക്കൂട്ടാ. ഞാൻ ഇതറിയാണ്ട് വന്നില്ലേ ഗൈസ്. ഇത് 1 വേ ആണ് ഗൈസ്. പോലീസ് ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ജയിച്ചേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് കൂക്കാലിക്കാണ്, പൂമ്പാറ ആ ഭാഗത്തോട്ടാണ്. പൂമ്പാറ ടൗണിൽ നിന്നാണ് പോകുന്നത്. നേരെ പൂമ്പാറ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കൊടൈക്കനാലിൻ്റെ വീഡിയോ ഉണ്ട്, കൊടൈക്കനാൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തൊരു വ്ളോഗ് നമ്മൾ ഇടുന്നതായിരിക്കും കൊടൈക്കനാലിലേക്ക് കൂക്കാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണാം. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ എന്നോട് പറയാനുള്ളത് അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സീ യു ആൾ. അപ്പോൾ കൊടൈക്കനാൽ ടു കൂക്കാൽ പോണ വീഡിയോ അടുത്ത വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു, ലവ് യു ആൾ. എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് കേട്ടോ. ഓക്കെ.